ഹലോ, ഇന്ന് നമുക്കൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ പിങ്ക് ഷെയ്ഡിലുള്ള ഫെമോ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ക്രിസ്റ്റൽ ടെക്കിൻ്റെ എലാസ്റ്റിക്കിൽ നിന്നും നമുക്ക് ബ്രേസ്ലെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്ര നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബീഡ്സ് ഓരോന്നായിട്ട് ഇതുപോലെ കോർത്തെടുക്കുന്നുണ്ട്. ഹെയർ ബാൻഡ് ആൻഡ് ജ്വല്ലറി മേക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒരുപാട് മേക്കിംഗ് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെ നമ്മൾ ഇത്രയും ബീഡ്സാണ് കോർത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ എലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റത്തുമായിട്ട് ഈ ഒരു രീതിയിൽ ലൂസാക്കിയിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. വലിച്ചെടുക്കാതെ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് കെട്ടുന്നുണ്ട്. എന്നിട്ട് വലതുവശത്തുള്ള എലാസ്റ്റിക്കിനെ ഇടതുവശത്തുള്ള കെട്ടിനുള്ളിലൂടെയും ഇടതുവശത്തുള്ളതിനെ ഇതുപോലെ വലതുവശത്തിനുള്ളിലൂടെയും ഒന്ന് കോർത്തെടുത്തിട്ട് ടൈറ്റ് ആക്കിയിട്ടൊന്ന് വലിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ കെട്ടിക്കൊടുത്താൽ നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടും. അഴിഞ്ഞു പോരാത്ത രീതിയിൽ കിട്ടിക്കോളും. ഇനി നമ്മൾ നോർമൽ കെട്ടുന്ന രീതിയിൽ 2-3 പ്രാവശ്യം ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ നിന്നോളും. ഇനി നമ്മൾ ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗം നമ്മളൊരു ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു രീതിയിലാണ് നമുക്ക് ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇതിനൊന്നുകൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അതിനായിട്ട് സിൽവർ കളറിലുള്ള ഈ ഒരു ചെയിനാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ കോർത്തെടുക്കാൻ വേണ്ടി ഗ്ലാസ് ടൈപ്പ് ബട്ടർഫ്ലൈ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ ജംപറിങ് എടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ജംപറിങ് ഓപ്പൺ ആക്കിയിട്ട് അതിനുള്ളിലൂടെ നമ്മുടെ ചെയിൻ ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട്. ചെയിന് കണ്ണ് ചെറുതായതുകൊണ്ട് കോർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ജംപറിങ്ങിന് നമ്മുടെ ബ്രേസ്ലെറ്റിലൊന്ന് കോർത്തെടുത്തിട്ട് അവിടെ ആയിട്ട് നമ്മളത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതുപോലെ ചെയിനിനെ നമ്മുടെ ബ്രേസ്ലെറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെയിനിനുള്ളിലൂടെ നമ്മുടെ ഗ്ലാസ് ബീഡ്സ് ഒന്ന് കോർത്തെടുക്കാം. എന്നിട്ട് ആ ഒരു ബീഡ് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചെയിനിൻ്റെ അറ്റത്തായിട്ടൊരു ജംപറിങ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ജംപറിങ് ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ ചെയിനിനുള്ളിലൂടെ കോർക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ക്ലോസ് ആക്കി കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫെമോ ബീഡ്സ് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റൊക്കെ വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ.